ഹലോ ഗൈസ്, നമസ്കാരം. നിങ്ങൾക്ക് ഞാൻ എൻ്റെ കറന്റ്ലി ഉള്ള ഹോസ്റ്റൽ റൂമിന്റെ അവസ്ഥ കാണിച്ചു തരാം. എക്സാംസും കോളേജ് ട്രിപ്പും ഒക്കെ കാരണം റൂമൊക്കെ മിസ്സായിട്ട് കിടക്കുവാണ്. റൂം കലമ്പായി കിടക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡ് ഒട്ടും ഒക്കെ അല്ല. സോ ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് സെറ്റ് ആക്കാം. സെറ്റ് ആക്കാം. സ്റ്റാർട്ടിങ് മൈ റൂം ക്ലീനിങ് ഫ്രം ദി ബെഡ്. എന്താ അറിയോ, ഫസ്റ്റ് ബെഡ് ക്ലീൻ ചെയ്യാന്ന് വെച്ചത് ബെഡ് ക്ലീൻ ആയി കിടക്കുമ്പോൾ തന്നെ റൂം പകുതി ക്ലീൻ ആയ ഒരു ഫീലാണ് കിട്ടുക. ഈ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ മീഷോയിൽ നിന്ന് 150 റുപ്പീസിന് വാങ്ങിച്ചതാണ്. നല്ല വെർത്താണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. കളറും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബെഡ് സെറ്റ് ആക്കി. ഇനി നമുക്ക് നമ്മുടെ സ്റ്റഡി ടേബിൾ സെറ്റ് ആക്കാം. നേരത്തെ ബെഡ് ക്ലീൻ ചെയ്തപ്പം എല്ലാം ഞാൻ സ്റ്റഡി ടേബിളിലോട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഇത് ഈ ടേബിൾ സെറ്റ് ആക്കുമ്പോൾ എല്ലാം ബെഡിലോട്ട് തന്നെ ഇടുവാണ്. എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. ബട്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ റൂം ക്ലീൻ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ, ബെഡ് കുളമായി കിട്ടി. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ നാളായി ടേബിളൊക്കെ ഇങ്ങനെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ട്. എപ്പോഴും ഞാൻ നല്ല ഉഡായിപ്പ് ക്ലീനിങ് ആയിരിക്കും ചെയ്യുക. ഞാനിപ്പോൾ ഈ ഹോസ്റ്റലിൽ വന്നിട്ട് ഏകദേശം ഒരു 5 വർഷം ആവാറായി. എൻ്റെ കോഴ്സ് തീരാൻ 2 മാസം കൂടെ ഉള്ളൂ. ഈ ഹോസ്റ്റലിൽ വന്നിട്ട് കുറേ റൂം മാറിയിട്ടുണ്ടെങ്കിലും ഞാൻ എനിക്കായിട്ടൊരു പേഴ്സണൽ സ്പേസ് ഉണ്ടാക്കിയെടുത്തത് ഈ റൂമിൽ വന്നതിന് ശേഷമാണ്. എൻ്റെ ഫേവറേറ്റ് റൂമും ഈ റൂം തന്നെയാണ്. ഇനി 2 മാസം കൂടെ ഉള്ളൂ ഇവിടെ വിട്ട് പോകാൻ വേണ്ടി. അതിൻ്റെതായ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ വീട്ടിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ പറയും, ഞാൻ ഹോസ്റ്റലിൽ പോയി, എനിക്ക് ഇവിടെ നിൽക്കണ്ട, എനിക്ക് ഹോസ്റ്റലിൽ മതി, അങ്ങനെയൊക്കെ പറയായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും പറ്റൂലല്ലോ. അതിൻ്റെതായ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ എനിക്ക് കുറേ അനിയത്തിമാരെ കിട്ടി, കുറേ ജൂനിയേഴ്സിനെ കിട്ടി. അവരൊക്കെ ഇട്ട് പോകാന്നൊക്കെ പറയാൻ ഭയങ്കര സങ്കടമാണ്. ഞാൻ ഏറ്റവും ടൈം എടുക്കുന്നത് ഈ സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്യാനാണ്. അതൊന്നും എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട പോലെ സെറ്റ് ചെയ്തിരുന്നില്ലെങ്കിൽ എനിക്കൊരു തൃപ്തി ഉണ്ടാവില്ല. എനിക്ക് മൂടങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ അത് സമയമെടുത്ത് നല്ലോണം ക്ലീൻ ചെയ്യും. പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടിരുന്നിട്ട് പിന്നെയും ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഇങ്ങനെ ക്ലീനിങ്ങിൽ സ്ലോ ആകാനുള്ള മെയിൻ കാരണം ഇടയ്ക്കിടയ്ക്ക് ചില കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ. അതാണ് എനിക്ക് ഇത്രയും ലേറ്റ് ആവാനുള്ള കാരണം. ഈ ക്യാമറ ഇങ്ങനെ ഇരിക്കുന്നതും ഒരു കാരണമാണ്. സോ ഞാനിത് പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട്. ഈ ക്ലീനിങ്ങിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. എന്നാലും ഞാൻ നിർത്തുവാണ്, കാരണം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ സമയമായി. എല്ലാവരൊക്കെ വിളിച്ചു തുടങ്ങി ഫുഡ് കഴിക്കാൻ വാന്ന്. സോ ഞാൻ ഇതൊക്കെ പെട്ടെന്നൊന്ന് വൃത്തിയാക്കിയിട്ട് ഈ തുണി ഈ ലോണ്ടറി ബാഗിലോട്ട് ഇടുന്നതോടെ എൻ്റെ ഇന്നത്തെ ക്ലീനിങ് പരിപാടി ഇവിടെ അവസാനിച്ചതല്ല കേട്ടോ, ഞാൻ അവസാനിപ്പിച്ചതാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ നല്ല ടയേർഡായി. ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്.